കഴിഞ്ഞ 10 വർഷം ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ പല വിഷയങ്ങളിലും നമ്മൾ ഈ ഒരു ധൂർത്ത് പല വട്ടം വാർത്തകളിൽ നിറഞ്ഞു വന്നതാണ്. ധൂർത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നവകേരള ബസ്, ആ ബസ് ഇപ്പോൾ എന്തിനോ വേണ്ടി ഓടിക്കുന്നുണ്ട്, ഇടയ്ക്ക് കട്ടപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എന്തിനോ വേണ്ടി ഓടിക്കുന്നു. പക്ഷേ ആളുകൾ ആരും പ്രത്യേകിച്ച് കയറുന്നില്ല, പേടിച്ചിട്ടാണോ എന്താണോ എന്നറിയില്ലെങ്കിലും കയറുന്നില്ല. ഇനി നവകേരള ബസ് അന്ന് ഉപയോഗിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു മന്ത്രിമാർക്ക് വ്യത്യസ്തമായ കാറുകൾ ഉപയോഗിക്കാനായിട്ട് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും, ഓരോ മന്ത്രിമാർ അവരുടെ സ്റ്റാഫ് മറ്റുള്ളവർ, അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ബസ്സിൽ കേരളം മുഴുവൻ യാത്ര ചെയ്യുക എന്നൊരു സൗകര്യത്തോടു കൂടിയാണ് ഒരു ബസ് എടുക്കുക. ഓക്കെ, നമുക്ക് ചെയ്യാം. പിന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അതിനകത്ത് ലിഫ്റ്റ് പണിയുന്നു, ബാത്റൂം പണിയുന്നു, ഓക്കെ നമുക്ക് അതും വിട്ട് കളയാം. ഇനിയിപ്പോൾ പ്രായം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഒരു മാസത്തെ ചെലവ് 80 ലക്ഷം രൂപയാണ്. അത് ഇപ്പൊ ചെലവായിരിക്കുന്നത് 33 കോടി രൂപയാണ്. അതും ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പൈസയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയധികം കടം നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ട് പോലും ഇപ്പൊ കൂടി നമ്മൾ ഈ ഒരു കട എടുത്തിരിക്കുക. അപ്പൊ അന്ന് ആ ഒരു ബസ് എടുക്കുമ്പോൾ പക്ഷെ നമ്മൾ പിന്നീട് കണ്ട കാഴ്ച എന്താ, ഈ ബസ് പോകുന്നു, ബാക്കിൽ കൂടെ നിരയായിട്ട് എല്ലാ മന്ത്രിമാരുടെയും കാറുകൾ പോകുന്നു, അവരുടെ സെക്രട്ടറിമാരുടെ കാറുകൾ പോകുന്നു. വല്ലാത്തൊരു കാഴ്ചയാണ്. അതായത് ജനങ്ങളുടെ പൈസ എടുത്ത്, സർക്കാരിൻ്റെ പൈസ എടുത്ത് ഇത്തരത്തിലൊരു കെട്ടുകാഴ്ച ഈ ഒരു കേരളം മുഴുവൻ, അതായത് കാസർഗോഡ് മുതൽ ഇങ്ങനെ നടക്കുമ്പോൾ അന്ന് ചോദ്യം ചെയ്തിരുന്നു അല്ലേ. പക്ഷേ ജനങ്ങൾ ഇന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, അറിയാം, ഇവർക്കറിയാം, ജനങ്ങളെല്ലാം മറക്കും. അവസാന നിമിഷം കൊണ്ടുവരുന്ന കുറേ പുകമറ ഇഷ്യൂസ് കൊണ്ടുവന്നാൽ തങ്ങൾ പണ്ട് ചെയ്തു വെച്ച പാപങ്ങളെല്ലാം ജനങ്ങൾ മറക്കുന്നുള്ളത് അല്ലേ. ഈശോ മറക്കുമായിരിക്കും നമ്മൾ കുമ്പസാരിച്ച പാപം, പക്ഷേ ജനങ്ങൾ മറക്കുമെന്ന് പലപ്പോഴും നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, ഈ ഒരു വിഷയങ്ങളെല്ലാം. അത്തരത്തിൽ ധൂർത്ത്, പക്ഷേ ഈ ധൂർത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ധാർഷ്ട്യം എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഒരു ഇടതുപക്ഷ സർക്കാരിനെതിരെ, അതായത് പാവങ്ങളുടെ സർക്കാരായിട്ട് വന്ന് ഇവർക്കെതിരെ കാണുന്നത് ധൂർത്തിനെ കുറിച്ചാണ് കൂടുതൽ. എല്ലാ മന്ത്രിമാരുടെ കേസിലും പല വിഷയത്തിലും ഈവൻ മുഖ്യമന്ത്രിക്ക് അടക്കാൻ 1 ലക്ഷം രൂപയുടെ കട്ടിൽ ഒരു രാത്രിയിലേക്ക്, ഓർക്കുന്നുണ്ടായില്ലേ? ഈ കഴിഞ്ഞ മാസം ഈ ഇലക്ഷൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ കേട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും അവസാനം വന്നത് മോഹൻലാലിന് 11 ലക്ഷം രൂപയുടെ 21 ലക്ഷം രൂപ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അത് ചിലവാണ്. അത് സർക്കാർ ചെയ്യേണ്ടതല്ല. ഓക്കെ, ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ജയ്ഹിന്ദ് ടിവിക്ക് വേണ്ടിയായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമത്തിന് ചിലവാക്കിയ എമൗണ്ട്, അതോടൊപ്പം തന്നെ നവംബർ 1 കേരള പിറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രോഗ്രാമുകൾക്ക് കോടികൾ, അന്ന് വളരെ കടബാധ്യതയിൽ നിൽക്കുന്ന സമയം, വളരെ ചുരുങ്ങി നിൽക്കുന്ന സമയം, അത്തരത്തിൽ ധൂർത്തുകൾ അത് സർക്കാർ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഈ ഇടതുപക്ഷ സർക്കാർ പാവങ്ങൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളി വർഗ സർക്കാരാണ്, തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് അവർ പെരുമാറുന്നത്. അതായത് പണക്കാരെ മുഴുവൻ, അതായത് ബിസിനസ്മാൻ അങ്ങനെയുള്ളവരൊക്കെ ഒഴിവാക്കുക, ബൂർഷകളെ മൊത്തം ഒഴിവാക്കുക അല്ലേ, അങ്ങനെയല്ല പറയുന്നത്, ബൂർഷ ഒഴിവാക്കുന്നു, ബൂർഷകൾക്കെതിരെ അടിസ്ഥാന വർഗ തൊഴിലാളികളെ, അതായത് ഈ കൂലിപ്പണി അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന അങ്ങനെ ഇവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരാണ്. പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ ഈ ഒരു LDFൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ CPM പോലുള്ള പാർട്ടികളുടെ ഈ സംഗമങ്ങൾ അല്ലെങ്കിൽ കുടുംബ സംഘം വളരെ ഇതൊക്കെ ഇന്നും പല കോളേജ്, അതായത് പാവപ്പെട്ടവർ, നമുക്കറിയാം സമൂഹത്തിൽ എപ്പോഴും പാവപ്പെട്ട ഇവരുടെ ഇടയിലാണ് ഇവരുടെ സമ്മേളനങ്ങൾ ഇപ്പോഴും നടക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള, അതായത് കോളനികളിൽ പോലുള്ള പാവപ്പെട്ട വീടുകളിൽ കഴിയുന്ന ആൾക്കാരെ ഈ 10 വർഷം കൊണ്ട് ഈ സർക്കാരിന് പോട്ടെ, അതിന് മുമ്പ് ഒരു 5 വർഷം, ഇത്ര വർഷം അവർ ഭരിച്ചു, ഇത്ര വർഷം കൊണ്ട് എന്തുകൊണ്ട് ഇവരുടെ ഉന്നമനം നടത്തിയിട്ടില്ല? എന്തുകൊണ്ട് ഇപ്പോഴും ഇവർ ഈ ഒരു കനാലിൻ്റെ വക്കിലും, ഞാൻ പറഞ്ഞു ഇപ്പോഴും നമ്മുടെ കനാൽ വക്കിൽ കിടക്കുന്ന പലരും അതിൻ്റെ രഹസ്യം പിടികിട്ടാത്തെന്നറിയോ? അതിൻ്റെ രഹസ്യം പിടികിട്ടിയാൽ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ പിന്നെ ഈ പാർട്ടിയിൽ നിന്ന് അടിസ്ഥാനപരമായ ഒരു തൊഴിലാളി വർഗം നിലനിൽക്കാത്തടത്തോളം കാലം ഈ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടിയില്ല. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്നത് ബൂർഷ പാർട്ടിയാണ്, പക്ക ക്യാപിറ്റലിസം അല്ല നടക്കുന്നത്. ഈ പറയുന്ന ഈ ധൂർത്തിലേക്ക് മാത്രം നോക്കിയാൽ പോരെ. ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് എങ്ങനെയാണ് തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോൾ ആശാ വർക്കർമാർ അവിടെ 1000 രൂപയ്ക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ, നെല്ല് കിട്ടാതെ നെൽകർഷകർ കുതിർന്ന നെല്ല് കരക്കിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ തെങ്ങ് കർഷകരും വാഴ കർഷകരും വിലയില്ലാതെ നിൽക്കുമ്പോൾ, ഇവർ കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ, റബ്ബർ കർഷകർ കിട്ടുന്നവരൊക്കെ പറമ്പും കൂടും വിറ്റ് ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ, എങ്ങനെയാണ് ഈ പറയുന്ന ഇവർ യഥാർത്ഥ തൊഴിലാളി വർഗ പാർട്ടിയാണെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് കിടന്നുറങ്ങാൻ പറ്റുക? നമ്മൾ വായിച്ചു കേട്ടേക്കുന്ന, നമ്മൾ കണ്ടു കേട്ടേക്കുന്ന പഴയ ചില സിനിമകളുടെയൊക്കെ ചരിത്രം വെച്ച് നോക്കുവാണെങ്കിൽ ഇവർ പോയിട്ട് ചെയ്യുന്നത് ഇങ്ങനെ പീഡിപ്പിക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തുമായിരുന്നു. അങ്ങനെ ആദ്യം ഈ തൊഴിലാളി വർഗം
പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെല്ലാം ആദ്യം പോകേണ്ടത് ഇന്നീ പറയുന്ന നേതാക്കന്മാരുടെ വീടുകളിലേക്കാണ്. തീർച്ചയായിട്ടും 10 ഇരട്ടി 20 ഇരട്ടി 30 ഇരട്ടിയൊക്കെ സമ്പത്ത് വർദ്ധിച്ച നേതാക്കന്മാരുടെ ഡീറ്റെയിൽസ് അവരുടെ ആളുകൾ തന്നെ, പ്രവർത്തകർ തന്നെ പുറത്തു വിടുന്നില്ലേ? അപ്പോൾ ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഇന്നും ഇവിടെ അടിസ്ഥാന വർഗം ഉണ്ടാകണമെന്നേ. അത് ഞാനത് ഇപ്പോഴും ചിന്തിക്കുന്നത് 10 വർഷം എന്തിനു വേണ്ടി ഇവർ ഭരിച്ചു? പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനാണെങ്കിൽ വീട് കൊടുത്തു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ഒരു കേരളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ചേരികളിൽ, അതോടൊപ്പം തന്നെ ഈ ഒരു കനാലിൻ്റെ സൈഡിൽ പണ്ടുണ്ടായിരുന്നു നമ്മൾ കാണുന്നത്, അത് ഇന്നും ഉണ്ടെന്നേ. അവിടെ കുറേ പേര് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് നല്ലൊരു ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ഇന്നും പല കോളനികളും ഉണ്ട്. ഈ കോളനികളൊക്കെ ശക്തി പ്രാപിച്ചിരിക്കുന്നത് ഇന്നും കമ്മ്യൂണിസം തന്നെയാണ്. ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്തുകൊണ്ട് തങ്ങളുടെ ഉന്നമനത്തിൽ ഇന്നും അവർക്ക് വേണ്ടി കൊടി പിടിക്കാനും സിന്ദാബാദ് വിളിക്കാനും എല്ലാം ഈ പാവപ്പെട്ടവരാണ്. അവരന്നും ഇന്നും പാവപ്പെട്ടവരായിട്ട് തന്നെ നിൽക്കുകയാണ്. അന്നും ഇന്നും ക്രെഡിറ്റ് ഇവർ എടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പുറകിൽ ക്രൈസ്തവ സമൂഹത്തിന് വലിയൊരു റോളുണ്ടായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇടവക അതിർത്തിക്കുള്ളിൽ, തങ്ങളുടെ പള്ളിയുടെ അതിർത്തിക്കുള്ളിൽ, തങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് കെട്ടി കിടക്കുന്നവർക്കൊക്കെ വീട് വെച്ച് കൊട്ടി കൊടുക്കാനും ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനും ഒക്കെ കഷ്ടപ്പെട്ടത് ഈ സഭകളാണ്. ഇതിനെയൊക്കെ പുല്ലുവില കൊടുക്കുക ഇവർ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ അംഗമായിരിക്കുന്ന പാലക്കാട് രൂപത കഴിഞ്ഞ വർഷം ജൂബിലി പ്രമാണിച്ച് 150 വീടുകളെ വെച്ച് കൊടുത്തേക്കുന്നു. അതിനകത്ത് ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. അത് ഓരോ വർഷവും, ഈ വർഷവും ഉണ്ട് 10-25 വീടുകൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തേലും സ്ഥലങ്ങളിൽ ഇപ്പം വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് സർക്കാർ വീട് വെക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സഭയുടെ നേതൃത്വത്തിൽ KCBC-യിലൊക്കെ നേരത്തെ വീടുകൾ വെച്ച് കൊടുത്തു. അപ്പം ഒരു വീട് വെച്ച് കൊടുത്തത് കൊണ്ട് ഇനി ഈ കിറ്റ് എല്ലാ വീടുകളിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് ഇടവക പള്ളിയിൽ നിന്നും അതുപോലെ അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നും അടുത്തുള്ള മോസ്കുകളിൽ നിന്നൊക്കെ ആളുകൾ കിറ്റുകളുമായിട്ട് ഓടിപ്പോയി പട്ടിണി മാറ്റിയ കാലഘട്ടമായിരുന്നു നമ്മുടെ കോവിഡ് കാലഘട്ടം. സർക്കാരിൻ്റെ മാത്രമൊന്നുമല്ല, ഇന്നും ക്ഷേമം ഇതുപോലെ മുഴുവൻ ക്ഷേമമാണ്. ഇവിടുത്തെ ആളുകൾക്ക് പട്ടിണി ഇല്ല, അത് ദാരിദ്ര്യം ഇല്ല എന്ന് പറയുമ്പോഴും പാവപ്പെട്ട അടുത്ത വീട്ടിലെ ആളുകളുടെ അടുപ്പയിൽ വെന്തതിൻ്റെ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന പാവപ്പെട്ടവർ ധാരാളമുണ്ട്. ഇന്നും അവരുടെ അടുത്തേക്ക് ഓടുന്നത് ഈ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടിക്കാരോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ല. അവിടേക്ക് ഇപ്പോഴും പോകുന്നത് ഒറിജിനൽ നല്ല ദൈവവിശ്വാസമുള്ള വിശ്വാസികളായ ആളുകളാണ്. അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിമുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ദൈവവിശ്വാസം ഉള്ളിൽ കയറിയത് കൊണ്ടും ദൈവസ്നേഹത്തെ പ്രതിയും ചെയ്യുന്ന പ്രവൃത്തികളെ കാണാതെ ഇതെല്ലാം ഞങ്ങൾ ചെയ്തതാണെന്ന് പറയുന്ന മണ്ടത്തരം കൂടെ ഇവരിതിനകത്ത് ചെയ്തു വെക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഈ കാര്യത്തോടെ അടുത്ത് വരുമ്പോൾ വിജയിക്കാൻ പറ്റാതെ വരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ ക്ഷേമനിധിയിലും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, വീടുകൾ വരെ വെച്ചു കൊടുക്കുന്നത് ഈ ഒരു ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. ഇത് കൊടുക്കുന്നത് ജനങ്ങളല്ലേ? ഇവിടുത്തെ കേരളത്തിലെ ഓരോ ജനങ്ങൾ കൊടുത്ത ദുരിതാശ്വാസ നിധി എന്നുള്ളൂ. അതിൽ നിന്നാണ് ഇന്ന് നടത്തുന്ന ക്ഷേമപ്രവർത്തനം. പക്ഷെ അത് സർക്കാരിൻ്റെ എന്ന് അവകാശപ്പെടാനായിട്ട് ഒട്ടും തന്നെ സാധിക്കില്ല. നമ്മളിപ്പോൾ ഒരു LDF സർക്കാരിൻ്റെ 10 വർഷം ഭരിച്ച സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പലപ്പോഴും പല വിഷയങ്ങളും ഈ പറഞ്ഞ പോലെ കടത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതായത് 1,36,000 രൂപ ഞാൻ കടമുണ്ട്, സാറിന് കടമുണ്ട്, ആലിന് കടമുണ്ട്. ഇത് കാണുന്ന ഓരോരുത്തർക്കും ചിന്തിക്കുകയോ എനിക്കാർക്കും കടമില്ല, നമുക്ക് സേവിങ്സ് ആണെന്ന് പറയരുത്. ഒരു മലയാളിക്ക് 4,80,000 പറഞ്ഞ പോലെ 4,80,000 കോടി രൂപയാണ് കേരളത്തിന്റെ കടമെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും 1,36,000 രൂപ കടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അല്ലാണ്ട് നമ്മളാരും ഇന്ന് ഉയർച്ചയിലേക്ക് എത്തിയിട്ടില്ല. ഓരോ കുഞ്ഞും അതനുസരിച്ച് ചെറിയൊരു കുറച്ചിൽ വരുമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു 3 കോടി ജനങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം കുറച്ചും കൂടി നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാം. എങ്കിലും ഇത്ര ലക്ഷം കടം നിലവിൽ ഇപ്പോൾ നമുക്കുണ്ട് എന്നതും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരുത്തിൽ അടച്ചു വീട്ടിയേ പറ്റൂ. ഒരുപക്ഷെ അത് ടാക്സ് ആയിട്ട് കൂട്ടുമായിരിക്കാം. നമ്മളടിക്കുന്ന പെട്രോളിൽ ഓരോരോ വെച്ച് കുറയ്ക്കണം. പല സെസ്സുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നമ്മൾ സർക്കാരിലേക്ക് ഈ ഒരു എമൗണ്ട് അത് പിടിച്ചെടുക്കും. നമ്മളിൽ തന്നെ പിരിച്ചെടുക്കും. നമ്മൾ തന്നെ അറിയാണ്ട് ഈ 1,36,000 രൂപ രാത്രി കഞ്ഞി കുടിക്കാൻ ഭക്ഷണം വീട്ടിലില്ലെങ്കിൽ കൂടി നമ്മൾ ഈ 1,36,000 രൂപ അടച്ചു തീർക്കും. അത് നമുക്കുള്ള കടമാണ്, സർക്കാർ വരുത്തി വെച്ച കടമാണ്. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ ലാസ്റ്റ് 10 വർഷത്തേക്ക് നമ്മൾ LDF സർക്കാരിൻ്റെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ. ഇനി അടുത്തത് വരികയാണെങ്കിൽ ഞാനിപ്പോൾ UDF ആണ് അടുത്ത നിൽക്കുന്നതെങ്കിലും UDF-ലേക്ക് പോകുന്നില്ല, NDA-യിലേക്ക് തന്നെ പോകണം. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഭരണമുള്ളൊരു പാർട്ടിയാണ് LDF, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഭരണമുള്ള പാർട്ടിയാണ് BJP അല്ലെങ്കിൽ NDA മുന്നണി. ഈ പ്രാവശ്യം 3 മുന്നണികളും ഒരുപോലെ
ശക്തമായി തന്നെ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ ആ ഒരു ഭരണം കൂടി, അതിൻ്റെയും കൂടി ഉപഭോക്താക്കളാണ് നമ്മളെല്ലാവരും. അപ്പോൾ എത്തരത്തിലാണ് NDA ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഈ ഒരു നിമിഷം അത് നേരിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. പ്രധാനമന്ത്രിയുടെ വരവ് പ്രത്യേകിച്ച് NDA രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ശക്തമായി തന്നെ നോക്കിയിരുന്നു. കേരളത്തിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുമെന്ന് എല്ലാവരും തന്നെ ചിന്തിച്ചായിരുന്നു. തൃശ്ശൂരും അതോടൊപ്പം തന്നെ പാലക്കാടും അദ്ദേഹം സന്ദർശിച്ചിട്ട് പോയി. തൃശ്ശൂർ റൗണ്ടിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ്, ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വരവ്, അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചോ? എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ പ്രതീക്ഷിച്ച ചലനം സൃഷ്ടിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഇവാലുവേഷൻ. കാരണം ജനങ്ങൾ പലതും പ്രതീക്ഷിച്ചു. NDAയുടെ ഒരു മാനിഫെസ്റ്റോ അവിടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരും എന്നൊരു ചിന്തയൊക്കെ വന്നു. പക്ഷെ അത് വന്നില്ല. അത് മാത്രമല്ല, വെറും ഷോ ആയിട്ട് മാത്രം, റോഡ് ഷോ എന്നാണല്ലോ പറയുന്നത്, അത് ആ റോഡ് ഷോ ആയിട്ട് മാത്രം ഒതുങ്ങിപ്പോയോ എന്ന ഒരു സംശയം വന്നിട്ടുണ്ട്. രാഷ്ട്രീയം പ്രസംഗിക്കാതെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് മടങ്ങി. അതും അടുത്തൊരു പ്രശ്നമാണ്. ഇത് എനിക്ക് തോന്നുന്ന രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ NDA എങ്ങനെ കേരളത്തെ മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാറും. പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള വികസനം കേരളത്തിൽ NDA കൊണ്ടുവരും, അവർക്ക് ഒരു പക്ഷെ ഭരണം കിട്ടിയാൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെന്താണെന്നറിയോ? മോഡി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് അത് എത്തി നിൽക്കുക. ഇപ്പോൾ ഇവിടെ പിണറായി വിജയനെ ഉയർത്തി കാണിക്കുന്ന പോലെ തന്നെ മോഡി എന്ന ഒരു ഫിഗർ അവിടെ വന്ന് നിന്നാൽ അതിലേക്ക് വോട്ട് വരും എന്നൊരു ചിന്ത BJPക്കുണ്ട്. അതിന് കാരണം നോർത്ത് ഇന്ത്യയിൽ അത് അത് പ്രയോഗിച്ച് വിജയിച്ചതാണ്. പക്ഷേ ഇത് ഇവിടെ ഇല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു 10 പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വയം പ്രസംഗത്തിൽ മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് അത്രയ്ക്കും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ വ്യക്തി പ്രഭാവത്തിൽ അത് കീഴടക്കാൻ പറ്റി എന്ന ഒരു ചിന്തയുണ്ട്. പിന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ കൊടുക്കുന്ന പിക്ചറും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ വലിയ രീതിയിലുള്ളൊരു അട്ടിമറി ഇവിടെ സംഭവിക്കും, ഭരണം നമുക്ക് കിട്ടും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ 100 സീറ്റ് മേടിച്ച് ഭരിക്കുമെന്ന് ഉറപ്പ് ഒരു പ്രധാനമന്ത്രി പറഞ്ഞത്. അതിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നത് NDAക്ക് പൊതുവെ ആദ്യം വന്നിരുന്ന ഒരു അലേടി ഉണ്ടല്ലോ, അതിൽ നിന്ന് അല്പം ഒരു പുറകോട്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. അതിന് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും വാർത്താ ചാനലിലൂടെ ആണെങ്കിലും ഒക്കെ ഈ അടുത്ത നാളുകളിൽ വന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അവരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡി വരുന്നതിന് തലേ ദിവസങ്ങളാണ് ഏത് വരുന്നത്? FCRIയുടെ കാര്യം വരുന്നത്. കാത്തലിക് ചർച്ച്, CBCI, KCBC തൊട്ട് സകലമാന സഭകളും അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു വന്നു. അതിന് തൊട്ടു മുമ്പാണ് എന്ത് സംഭവിച്ചത്? ആ ഈസ്റ്റർ സൺഡേ കൊണ്ടുപോയി എക്സാം വെച്ചേക്കുന്നത്, JEEയുടെ എക്സാം വെച്ചേക്കുന്നത്. അത് മാറ്റിയിട്ടില്ല. ആ സൺഡേയിൽ എക്സാം മാറ്റിയിട്ടില്ല. പകരം ഇപ്പോൾ താൽക്കാലികമായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു അറേഞ്ച്മെന്റ് എന്താണ്? അത് എഴുതാൻ താല്പര്യമില്ലാത്തവർക്ക്, അന്ന് എഴുതാൻ താല്പര്യമില്ലാത്തവർക്ക് വേറൊരു ദിവസം കൊടുക്കാം. ഒരു കുട്ടി എഴുതാൻ തയ്യാറാവില്ല. കാരണം എന്താണെന്നറിയോ? വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, വേറെ പാറ്റേൺ ആയിരിക്കും, തയ്യാറാവാതിരിക്കില്ല, എഴുതും. അവരെല്ലാം വന്ന് എഴുതും, നിർബന്ധിതരാ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പേരും പറഞ്ഞ് ഞങ്ങളൊരു അവസരം കൊടുത്തല്ലോ എന്ന് പറയുകയും ചെയ്യും. പക്ഷേ അവസരം കൊടുക്കാതെ ഇവരെ കൊണ്ട് ഇവിടെ പൂട്ടിയിട്ടു. അപ്പൊ ഇത് ജനങ്ങളുടെ മനസ്സിൽ കിടക്കുക. പ്രതികരിക്കാൻ എല്ലാവർക്കും ഒന്നും എല്ലാ വഴികളും ഇല്ലാത്തതുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും NDAക്ക് ഈ അവസാന ലാപ്പിൽ വലിയ ദോഷമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ മോഡിക്കെതിരെ പുറത്തു വന്ന 2-3 അലിഗേഷൻസ്, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമി പൊട്ടിച്ചിരിക്കുന്ന വെടി, അത് എനിക്ക് തോന്നുന്നു ഇറാനില് ഇസ്രായേലും അമേരിക്കയും കൂടെ നടത്തുന്ന ആ സ്ഫോടനങ്ങളെക്കാളും വലിയ ഇമ്പാക്റ്റ് ആണ്. പക്ഷെ അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ പകൽവട്ടത്തിൽ എടുത്തതാണ്, പകലെടുത്ത വീഡിയോ അത് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്തോടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രകാരം മോഡി എന്ന് പറയപ്പെടുന്ന ഇന്ന് ആജീവത്തെ മുഴുവൻ പൊളിച്ച് പറിച്ച് താഴെയിട്ടേക്കുക. ഒരു BJPക്കാരൻ അതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഒരു NDAക്കാരൻ പ്രതികരിക്കുന്നില്ല, RSSകാരൻ പ്രതികരിക്കുന്നില്ല. വട്ടപൂജ്യമാണ്. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വോട്ടേഴ്സിന്റെ കയ്യിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ പോലും വോട്ട് ചെയ്യത്തില്ല. ഇന്ന് വരെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെയും ഇതുപോലെയുള്ളൊരു അവസ്ഥയിൽ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രമാത്രം വളരെ മോശമായിട്ടാണ്. NDAയുടെ ഭാഗമാണ് സുബ്രഹ്മണ്യ സ്വാമി, അവരുടെ BJP നേതാവാണ്. കൂടെ ഇരുന്നവനെ കൂടെ ഉണ്ടായിരുന്നവർക്ക് രാപ്പനി അറിയുള്ളൂ എന്നാണ് പറയല്ലേ എന്ന് പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞേക്കും. ഇതൊക്കെ വലിയ രീതിയിൽ അവർക്ക് ഈ അവസാന നിമിഷങ്ങൾ ദോഷം ചെയ്യും. പക്ഷെ ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്താണ്. എന്ന് പറഞ്ഞാൽ NDAക്ക് എങ്ങനെ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു ശരിക്കും ജനാധിപത്യ വിശ്വാസിയെ എനിക്ക് ഒരിക്കലും NDAക്ക് വോട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. അതിന് കാരണം
ഭരണഘടനയെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിട്ട് ഇവര് ഭരണഘടനയെ പൊളിച്ചുകൊണ്ടിരിക്കുക, ഭരണഘടനയെ മാറ്റി എഴുതി വെച്ചേക്കുക. അത് കഴിഞ്ഞ 2024 കഴിയുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തോടെ ഇവിടെ വരും. ആ സൂപ്പർ മെജോറിറ്റിയിൽ ഇതൊക്കെ പൊളിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പൊളിച്ചെടുത്ത് അവര് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലെ സിസ്റ്റം മാറ്റുക. അത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണണമെങ്കിൽ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് പുറത്തു വന്ന ലെറ്ററിനകത്ത് എല്ലാ പാർട്ടിക്കാരും കൊടുത്ത ലെറ്ററിനകത്ത് ബിജെപിയുടെ സീല് ബിജെപിയുടെ സീല് ആ സീല് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും അതിനെതിരെ ഒരു പരാതി കൊടുക്കാൻ പോലും പറ്റിയില്ല, ഒന്ന് പ്രതികരിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താ അറിയൂ? അവിടെ ഇമ്മ്യൂണിറ്റി കിടപ്പുണ്ട്. ഇത് കേരളത്തിലോ ഇന്ത്യയിലോ സാധാരണ ജനങ്ങൾക്കൊന്നും അറിയാത്തൊരു ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രപതിയും ഗവർണർമാരും ഒഴികെ ബാക്കി ആർക്കും അങ്ങനെ ഒരു അബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റി ഇല്ല. ജനാധിപത്യത്തെ മുഴുവൻ വാള് വെച്ച് നശിപ്പിച്ച ഒരൊറ്റ നിയമനിർമ്മാണത്തിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഇവിടെ പ്രശ്നം ഉണ്ടായിട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കൊടുക്കാൻ പോലും കേസ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കേസ് കൊടുത്തിട്ട് കാര്യമില്ല, പോലീസിന് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അവരെല്ലാം അവർക്ക് സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റിയാണ്. ഇനി ഇത് ആ സിസ്റ്റത്തെ മാത്രമാണോ? അല്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ തകർത്ത ചരിത്രമുണ്ട്. അത് 2018 ഇന്ത്യയിലെ 4 സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിമാർ ജസ്റ്റിസ് ചെലമേശ്വറിന്റെ വീടിന്റെ മുറ്റത്ത് വലിയ ഒരു പത്രസമ്മേളനം നടത്തി. ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം. ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് ഗോയൽ, അതുപോലെ നമ്മുടെ ലോക്കൂർ ഗൊഗായ്, രഞ്ജൻ ഗൊഗായ് ഒക്കെ നേതൃത്വത്തിൽ അങ്ങനെ ആ ഒരു വലിയ പത്രസമ്മേളനം നടത്തി. എന്താണ്? ജുഡീഷ്യറിയുടെ ഉള്ളിൽ നടക്കുന്ന ചില അഴിമതികൾ, അവിടുത്തെ ചില കേസുകൾ ചില പ്രത്യേക ബെഞ്ചുകൾക്ക് വിടുന്നു, രജിസ്ട്രി നടക്കുന്ന അനീതികൾ ഒക്കെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയാം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഒരിക്കലും സുതാര്യമല്ല എന്ന് ഈ 4 ജഡ്ജിമാരങ്ങ് വിളിച്ചു പറയും. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കമില്ല. ഈ 2018 ജാനുവരി മാസം 12-ാം തീയതി നടന്ന ഈ പത്രസമ്മേളനത്തിൽ അവർ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് 2018 ഒക്ടോബറിൽ, ഇത് ജാനുവരി നടന്നു, ഒക്ടോബറിൽ ഈ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗായ് ഇതിനകത്തുള്ള ഒരാൾ, ഈ 4 പേരിൽ പെട്ട പ്രധാനി ആരാകുന്നു? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്നു. ജനുവരി നടക്കുന്നു, ഒക്ടോബറിൽ CJI. ഏതാനും മാസങ്ങൾക്കകം, അതായത് 2019 ജാനുവരിയിൽ അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീപീഡന കേസ് വരും. സുപ്രീം കോടതി മുൻ ജീവനക്കാരിയുടെ ഒരു സ്ത്രീപീഡന പരാതി. അതൊന്ന് വിവാദമാകുന്നു, കത്തിപ്പടരുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ പരാതി പിൻവലിക്കുന്നു, അവിടുന്ന് പോകുന്നു. പിന്നീട് അതും ജുഡീഷ്യറിയിൽ ഭയങ്കര വിവാദമായിരുന്നു. പിന്നീട് എന്താ നടക്കുന്നത്? ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി രഞ്ജൻ ഗൊഗായ് ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന എൻഡിഎ ഗവൺമെന്റ് BJP 2019 ഏപ്രിൽ 17 അദ്ദേഹത്തെ രാജ്യസഭ MP ആയിട്ട് നോമിനേറ്റ് ചെയ്യാം. അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിട്ടിരിക്കുക, ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇനിയും റിട്ടയർ ചെയ്യാൻ മാസങ്ങൾ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. അതും വിവാദമായി. അങ്ങനെ നോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് 2019 നവംബർ 9 ഇന്ത്യയിലെ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിയിരുന്ന സുപ്രധാനമായ ഒരു കേസിന്റെ വിധി വരുന്നത്. ഏതാണെന്നറിയോ? ബാബറി മസ്ജിദ് കേസ്. ബാബറി മസ്ജിദ് കേസ് ഈ പറയുന്ന ഹിന്ദുത്വവാദികൾക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞ് അദ്ദേഹം 8 ദിവസങ്ങൾക്കകം അദ്ദേഹം രാജിവെക്കല്ല. അദ്ദേഹത്തിന്റെ കാലാവധി 2019 നവംബർ 17 അദ്ദേഹം വിരമിക്കുന്നു. 2020 മാർച്ചിൽ അദ്ദേഹം ആരായിട്ട് രാജ്യസഭ MP ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേക്ക് വരും. ഇതിനപ്പുറത്ത് എന്താണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കിയ സംവിധാനമുള്ളത്? ഒരു മലയാളി ജഡ്ജുണ്ട്, നമ്മളൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു മലയാളി ജഡ്ജ്, അദ്ദേഹം ഡൽഹി പ്രാക്ടീസ് തുടങ്ങി. ഇപ്പൊ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജായിരിക്കുന്ന മനുഷ്യൻ അതുൽ ശ്രീധർ ത്രിപുര മനുഷ്യനാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർക്കൊക്കെ ശേഷം മനുഷ്യാവകാശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് സുപ്രധാനമായ വിധികളുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ അദ്ദേഹം ഇരുന്നു. അവിടെ 2016 അദ്ദേഹം കയറുന്നു. 2018 അവിടുത്തെ സീനിയർ പെർമനന്റ് ജഡ്ജാകുന്നു. അങ്ങനെ മുന്നോട്ടങ്ങ് പോകുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മകള് പ്രാക്ടീസ് കഴിഞ്ഞു, LLB കഴിഞ്ഞു വരുന്നു. പ്രാക്ടീസ് ഹൈക്കോടതിയിൽ ആരംഭിക്കുന്നു, ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, ജമ്മു കാശ്മീരിലേക്ക് വിട്ടു. ജമ്മു കാശ്മീരിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ പ്രശ്നം. അവിടെയാണ് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റീസ് ആക്ട്, ഇതെല്ലാം പെട്ട് സകലമായ ആളുകൾ ജയിലില്ല. അദ്ദേഹം ജമ്മു കാശ്മീരിൽ ചെല്ലുമ്പോൾ കാണുന്നത് പെൻഡിങ്ങിൽ കിടക്കുന്ന ഇതുപോലെ
പ്രിവെന്റീവ് ഡിറ്റൻഷനും അല്ലാതെയൊക്കെ ആയിട്ട് കുറ്റപത്രം പോലും ഇല്ലാതെ കിടക്കുന്ന ആളുകളെയാണ്. ഇദ്ദേഹം ഓരോ കേസുകളെടുത്ത് സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജാമ്യം കൊടുക്കാൻ വേണ്ടി നിന്നിപ്പിന് അവിടുന്ന് തെറിപ്പിച്ചു. നേരെ തെറിപ്പിച്ച് അദ്ദേഹത്തെ എങ്ങോട്ട് വിട്ടു? വീണ്ടും മധ്യപ്രദേശ് ഹൈക്കോടതിയിലേക്ക് പറഞ്ഞു വിട്ടു. ആ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന സമയത്താണ് അദ്ദേഹം സീനിയറാണ്, അദ്ദേഹം കൊളീജിയം മെമ്പറാണ്. അവിടെ നിയമനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ വരിക. അവിടെ വന്ന് 5 മാസത്തിന് ശേഷം നേരെ അദ്ദേഹത്തെ എങ്ങോട്ട് എടുത്തു കഴിയുന്നു? ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റും. സുപ്രീം കോടതി കൊളീജിയം നിർദ്ദേശിക്കുന്നു. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് പോകാൻ ഇവിടുന്ന് പെട്ടെന്ന് പായ്ക്ക് ചെയ്ത് അദ്ദേഹം റെഡിയായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിർദ്ദേശം വരുന്നു, അദ്ദേഹത്തെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. അദ്ദേഹത്തെ വീണ്ടും അവിടുന്ന് ബ്ലോക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെ വീണ്ടും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് വിടുന്നു. എന്താ പ്രശ്നം? ഛത്തീസ്ഗഡ് ഹൈക്കോടതി ചെന്ന അദ്ദേഹം നമ്പർ 2 ആണ്. നമ്പർ 2 കൊളീജിയത്തിന് നമ്പർ 2 മാത്രമല്ല, അവിടുത്തെ CJ പോയ അടുത്ത CJ. കാശ്മീരിൽ നിന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ കാരണം അറിയോ? കാശ്മീരിലെ ചീഫ് ജസ്റ്റിസ് രാജിവെക്കുന്നതിന് അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നതിന് റിട്ടയർ ചെയ്യുന്നതിന് 1 മാസം മുമ്പാണ് ഇദ്ദേഹത്തെ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ആക്ടിംഗ് ആവും, CJ ആവും, അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്ന് സീനിയർ വരുന്നത് വരെയെങ്കിലും ആക്ടിംഗ് ആവും. അത് കേന്ദ്ര ഗവൺമെന്റിന് ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തെ ഛത്തീസ്ഗഡിലേക്ക് വെച്ചാൽ നമ്പർ 2 ആവും. അതുകൊണ്ട് വെച്ചില്ല. അവിടുന്ന് നേരെ ഇറക്കി ഉത്തരവ് സ്പെഷ്യൽ കൊളീജിയം റിപ്പോർട്ട് വരുന്നത് എങ്ങോട്ടേക്ക് മാറ്റി? അലഹബാദ് ഹൈക്കോടതിയിലേക്ക്. അലഹബാദ് ഹൈക്കോടതിയിൽ അദ്ദേഹം വരുന്നത് നമ്പർ 7 ആയിട്ടാണ്, 7ാമനായിട്ടാണ്. അവിടെ ഇരിക്കുക, അവിടെ അദ്ദേഹം ഇരിക്കും. ഒരിക്കലും ഒരു ഹൈക്കോടതിയിലും അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നില്ല. ഇനി 2018 വരെ കാലാവധി ഉണ്ടെന്നാലും ആവില്ല. കാരണം ഇവിടെ 7ാമനാണ്. അദ്ദേഹത്തെ അവിടെ കൊണ്ട് നിർത്തിയേക്കുക. ഇതിന് കാരണം എന്നറിയോ? കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, 2028 വരെ കാലാവധി. 2028 വരെ കാലാവധി ഇനിയുണ്ട്. അദ്ദേഹത്തിന് കാലാവധി ഉണ്ട്, 2 വർഷം ഉണ്ടല്ലോ. അദ്ദേഹം ഒരിക്കലും ആവത്തില്ല, എന്നാലും ആവത്തില്ല. കാരണം അദ്ദേഹം അദ്ദേഹത്തെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. 2 കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം നമ്മുടെ ഒരു തീവ്രവാദി ആക്രമണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നത്തെ സ്ഥലത്തിന്റെ പേരെന്നാ, നമ്മുടെ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത സോഫിയ ഖുറേഷി, മധ്യപ്രദേശ് MP ആയിരുന്ന BJPയുടെ ഒരു മന്ത്രിയൊക്കെ ആയിരുന്ന അദ്ദേഹത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ചു. തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്ന സമയത്ത് മധ്യപ്രദേശിലെ ജഡ്ജ് ഇദ്ദേഹം സുമോട്ടോ കേസെടുത്ത് ആ MPയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടു. ആ ഉത്തരവിട്ട് അവിടെ ബഹളം ഉണ്ടാക്കി ഗവൺമെന്റിന്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഒരു ദിവസം ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പത്രത്തിലൊരു വാർത്ത കാണുന്നു. ഒരു ദളിത് ബാലൻ ഒരു അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ ആ ബാലനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവന്റെ കാല് ഒരു ബ്രാഹ്മണ ഒരു ഉന്നത കുലജാതന്റെ കാല് കഴുകി ആ കാലിലെ വെള്ളം ഇവരെ കൊണ്ട് കുടിപ്പിക്കുക. ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനുഷ്യത്വം ഉണർന്നു. അദ്ദേഹം അവിടുന്ന് തന്നെ സുമോട്ടോ കേസ് എടുക്കുന്നു. ആ അധികാരികൾ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെല്ലാം അറസ്റ്റ് ചെയ്യാനും നേതൃത്വത്തിനെതിരെ ഗവൺമെന്റിന് രൂക്ഷമായ വിമർശനങ്ങൾ. ഈ വിമർശനങ്ങൾ ഒരു സൈഡിൽ നിൽക്കുക. അതോടൊപ്പമാണ് അദ്ദേഹം എന്ന് പറയുന്നത് മാംസ കച്ചവടം, ബീഫ് കഴിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടന നിരോധിച്ചിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു രീതി വരുന്നു. ഇതെല്ലാം കൂടെ തൂക്കിയിട്ട് അദ്ദേഹത്തെ എടുത്ത് വലിച്ചു. ഇത് പരസ്യമായ ഒരു മലയാളി ജഡ്ജാണ് അതുൽ ശ്രീധർ. ഇങ്ങനെ ജുഡീഷ്യറിയെ നശിപ്പിച്ചു. ഇത് ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ അവര് ഭരണത്തിന് വേണ്ടി ഈ സിസ്റ്റത്തെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുക. ഇനി മറ്റൊന്ന് നോക്കിയേ, CBI, ED, NIA ഇതിനെ എന്തിനാ ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു കേസിനകത്ത് ഇപ്പം ശബരിമല ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി CBIയോട് ചോദിച്ച ചോദ്യമില്ലേ, നിങ്ങൾ ഈ അടുത്ത കാലത്ത് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച വിജയകരമായി അന്വേഷിച്ച്, വെറുതെ അന്വേഷിച്ചില്ല, വിജയകരമായി അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച 5 കേസിന്റെ കേസ് നമ്പർ തരുമെന്ന് ചോദിച്ചു. ഇത് CBIക്ക് വിടണമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രസേനന്റെ ഹർജിക്കാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇതിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കി. ഇനി ED നോക്കിക്കേ, പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിടാനല്ലാതെ ED കുറ്റപത്രം കൊടുത്ത് എത്ര കേസുണ്ടെന്ന് അറിയൂ? ഞാനൊരു കണക്ക് പറയാം. 10 വർഷം UPA ഗവൺമെന്റിന്റെ 10 വർഷത്തെ റേറ്റ് അവരുടെ കാലഘട്ടത്തിൽ ED അന്വേഷിച്ച്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത കേസുകൾ, അറസ്റ്റ് നടന്ന 93% കേസുകൾ, 93%. എന്നാൽ 9-10 വർഷത്തെ NDA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിട്ട് കുറ്റപത്രം കൊടുത്ത കേസുകൾ 29%.
നമ്മുടെ കേജ്രിവാളിന്റെ കേസൊക്കെ NDA ഗവൺമെന്റ് ഉണ്ടാക്കിയ ദോഷം ചെറുതാണോ? ചിലർക്ക് ഏരിയാണോ? സിസോദിയുടെ അറസ്റ്റ്, ഇനി പോട്ടെ NIA, ദേശീയ സുരക്ഷാ ഏജൻസി, പാവം സ്റ്റാൻസോണി നമ്മുടെ മുമ്പിലല്ലേ? തീർച്ചയായിട്ടും.